അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ 6-7 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ പ്രമുഖ ചാനലായ 24 ന്യൂസ് ജനകീയ കോടതിയിൽ സാമൂഹ്യ പ്രവർത്തകയായ VP സുഹറ അവരുമായി ഒരു പ്രോഗ്രാം ജനകീയ കോടതിയിലുണ്ടായിരുന്നു. അവിടെ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത്, മുസ്ലിം സ്ത്രീകൾ തലയിൽ തട്ടമിടണം എന്ന് പരാമർശിക്കുന്ന ഒരായത്ത് പോലും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുകയില്ല എന്ന് VP സുഹറ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാടൻ ഫാമിലി ദക്ഷ എന്ന ഒരു യൂട്യൂബ് ചാനൽ അവതാരിക അത് നടത്തുന്ന ധന്യ എന്ന സഹോദരി, അവർ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുകയും അവരുടെ കയ്യിൽ ഒരു തഫ്സീർ വിശദീകരണം ഖുർആനിൻ്റെ ലഭിക്കുകയും അവർ ആ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്, അവരുടെ കയ്യിലേക്ക് പരിശുദ്ധ ഖുർആൻ ലഭിച്ചപ്പോൾ അവർ ആദ്യമായി അന്വേഷിച്ചത് ഈ VP സുഹറ പരാമർശിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ടോ എന്നതായിരുന്നു. മാഷാ അല്ലാഹ്, സഹോദരി കൃത്യമായി ആ അധ്യായത്തിൻ്റെ നമ്പർ അടക്കം, ആയത്തിൻ്റെ നമ്പർ അടക്കം ആ പ്രോഗ്രാമിൽ പറയുന്നുണ്ട്. 33-ാമത്തെ അധ്യായം അഹ്സാബിലെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക, അവരുടെ മുഖമക്കനകൾ മാർവിടത്തിലേക്ക് താഴ്ത്തിയിടാൻ. ഇത്തരത്തിലൊരു ആയത്തിനെ അവർ എടുത്തു പറഞ്ഞുകൊണ്ട് VP സുഹറ പരാമർശിച്ചത് തികച്ചും തെറ്റായ ഒരു കാര്യമായിരുന്നു എന്ന് ആളുകളിലേക്ക് അവർ എത്തിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാനിവിടെ ഈ വിഷയം അവതരിപ്പിക്കുവാൻ കാരണം, ഞാൻ ആദ്യമായി ഓതി വെച്ച വചനം സൂറ ഖമറിൽ 4 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിക്കുന്നത്. 17-ാമത്തെയും 22-ാമത്തെ 32, 40 എന്നീ ആയത്തുകൾ, ആ നമ്പറിലൊക്കെ അല്ലാഹു പറയുന്നത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഖുർആനിനെ നാം വളരെ എളുപ്പമാക്കി സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഓർമ്മിച്ച് മനസ്സിലാക്കുന്നവർ വല്ലവരുമുണ്ടോ? ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഇസ്ലാമികമായിട്ടുള്ള എല്ലാ ശിക്ഷണവും ലഭിച്ച് ഇസ്ലാമിക പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇത്രയേറെ വർഷം ജീവിച്ച VP സുഹറ എന്ന സഹോദരി പരിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലൊരായത്തില്ല എന്ന് അവകാശപ്പെടുമ്പോൾ, ഒരു മുസ്ലിം പശ്ചാത്തലവും ഇല്ലാത്ത ഒരു അമുസ്ലിമായ, ഒരു അവിശ്വാസിനിയായ ഒരു സ്ത്രീ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിച്ച് ഒരു തവണ വായിച്ചപ്പോൾ അവർ പറയുകയാണ്, 33-ാമത്തെ അധ്യായത്തിലെ 59-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട് എന്ന്. ഇവിടെയാണ് അള്ളാഹ് പറയുന്നത് ഖുർആൻ വളരെ എളുപ്പമുള്ളതാണ് എന്ന്. ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്ക് ഖുർആനിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്. സൂറ മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിലും അള്ളാഹ് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂട്ടുകൾ ഇട്ടിരിക്കുകയാണോ എന്നാണ് അള്ളാഹ് അവിടെ ചോദിക്കുന്നത്. ഇത്തരത്തിൽ അള്ളാഹു ഓരോ ചോദ്യങ്ങൾ നമ്മിലേക്ക് ഉന്നയിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ചിന്തിക്കുന്നവർക്ക് പരിശുദ്ധ ഖുർആനിൽ ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1733-ാമത്തെ ഹദീസ് നമ്പറിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിൽ മതത്തെ പ്രയാസമുണ്ടാക്കുന്ന, വ്യാജമാക്കുന്ന ആളുകളെ ശപിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ മതത്തെ എളുപ്പമുള്ളതാക്കുക, സുവിശേഷം അറിയിക്കുക, നിങ്ങൾ വെറുപ്പിക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്ക് നോക്കാം, സൂറ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സാബിത്ത് ഇബ്നു ഖൈസ് എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുറച്ച് നാളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. എന്തായിരുന്നു ആ ആയത്തിൻ്റെ പശ്ചാത്തലം? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വരുമ്പോൾ, സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും ശബ്ദം നിങ്ങൾ ഉയർത്തുവാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ താക്കീത് അവതരിപ്പിച്ചപ്പോൾ, സത്യവിശ്വാസിയായ നിഷ്കളങ്കനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട സാബിത്ത് വളരെ ഭയന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലുള്ളതായിരുന്നു. തൻ്റെ ശബ്ദം പ്രവാചകനേക്കാൾ ഉയർന്നാൽ താൻ നരകത്തിന് അവകാശിയാകുമെന്ന് ഭയന്നിരുന്ന അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. വല്ലാത്ത കരച്ചിലായിരുന്നു. കൃത്യമായി ആരെക്കാളും മുന്നേ പള്ളിയിൽ എത്തിയിരുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്ന അദ്ദേഹത്തെ കാണാണ്ടായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, സാബിത്ത് എവിടെ? അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ചൊരു ദൂതനെ അയക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി ആ ദൂതൻ തിരികെ വന്ന അള്ളാന്റെ റസൂലിനോട് കാര്യങ്ങൾ പറയുകയും അള്ളാന്റെ റസൂൽ ആ ദൂതനെ വീണ്ടും തിരിച്ചയക്കുകയാണ്. സാബിത്ത് നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഇതായിരുന്നു സത്യവിശ്വാസികളുടെ ജീവിതം. ഖുർആനിൽ ഒരു ആയത്ത് അവതരിച്ചാൽ അത് തങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് ഭയന്നുകൊണ്ട് അവർ ആ ആയത്തിനെ ഹൃദയത്തിലേക്ക് എടുക്കുകയും അവർ അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ കഴിവിൽ പെട്ടതല്ലാത്ത ഒന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല, അത് അള്ളാഹു പറയുകയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മുസ്ലിമാണ്, നമ്മൾ വിശ്വാസികളാണ് എന്ന് പേരിന് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തക്കാരുണ്ട് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പല തവണ പറഞ്ഞിട്ടുണ്ട്. ആരാണവർ? ഖുർആനിൻ്റെ അഹ്ലുകാരാണ്. ഖുർആനിൻ്റെ അഹ്ലുകാരെന്ന് പറയുമ്പോൾ ഖുർആനിനെ ജീവിതമാക്കി മാറ്റിയവരാണ്. കഴിവിൻ്റെ പരമാവധി അത്തരത്തിൽ പരിശ്രമിക്കുക, അത്തരത്തിൽ ജീവിതം മാറ്റിമറിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.